നമ്മള് ആരോഗ്യപരമായിട്ടാണോ ഇന്നത്തെ തലമുറയും നമ്മളും ആരോഗ്യപരമായിട്ടാണോ ജീവിക്കുന്നത് നോക്കിയാൽ ശരിക്കും പറഞ്ഞതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെറുപ്പക്കാർ വരെ മരുന്നും ചികിത്സയുമായി കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതിന് 2020 WHO പറഞ്ഞതിന് 7 കോടി ഇന്ത്യക്കാർ പ്രമേഹത്തിനാൽ പ്രമേഹം അത്രയും പ്രമേഹം അതൊരു 4 വർഷം കൊണ്ട് 40% വരെ വർധന ഉണ്ടാവാം. അതിൽ 15.7% യങ്സ്റ്റേഴ്സ് ആയിരിക്കും എന്നുള്ളതൊക്കെയാണ്. രണ്ടാമത്തെ കാര്യം ഹൃദയ സംബന്ധമായ അസുഖമാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാൻസർ പോലത്തെ കാര്യങ്ങൾക്ക് വരാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ കൃഷി രീതിയിൽ വരുന്ന 100% പ്രോപ്പർ അല്ലെങ്കിൽ ശാസ്ത്രീയമല്ലാതെ രാസവള പ്രയോഗമാണെന്ന് തന്നെ പറയുന്നത്. ഈ രീതിയില് കൂടുതൽ ഓവറായിട്ട് കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കൃഷി പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ആരും പറഞ്ഞിട്ടേ കാര്യമില്ല, അനുഭവസ്ഥനാണ്. ഇപ്പം ഞാൻ എന്റെ ചെയ്യുന്ന തോട്ടത്തിൽ കളനാശിനി എങ്ങനെയാണ് ഇവിടെ കള വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല ഇത്രയും രീതിയിൽ. പക്ഷെ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള കളനാശിനി, കൂടുതൽ എഫക്ട് ചെയ്ത രീതിയിൽ കളനാശിനികൾ ഉപയോഗിക്കുന്ന പോലെ നോക്കാന്ന്. പക്ഷെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഞാൻ 100% ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം രാസ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ചെടിക്ക് തിളക്കം കിട്ടാൻ വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതേപോലെ തൂക്കം കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇങ്ങനെ പണ്ട് കാസർഗോഡ് എൻഡോസൾഫാൻ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഒരു തലമുറ തന്നെ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും ഈവൻ കോടതിയിലൊക്കെ എത്തിയിട്ട് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്താണ് അതിനൊക്കെയുള്ള പ്രശ്നം എന്നുള്ളത്. അങ്ങനെ അത്തരം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മളുടെ മേലാവശ്യം എന്ന് പറയുന്നത്. ജൈവ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് കൃഷിക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മളെ പ്രൊഡക്റ്റ് ഒരു 100% ജൈവ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഒരു കൃഷിക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം പറയുന്നത് ഏതൊരു ജൈവ ഉൽപ്പന്നങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് വില കൂടുതലാണെന്ന് പറയും. അത് മാത്രമല്ല, ഇത് റെഗുലർ ആയിട്ട് കിട്ടില്ല, ഇതിന് ഉപയോഗം വളരെ പ്രശ്നമാണെന്ന് ഇത് ഞാനും അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കർഷകന്റെ അടുത്തേക്ക് പോകുന്നത് നമുക്ക് ആദ്യം വേണ്ടത് 3 കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ആരാണ്, ഇത് വികസിപ്പിച്ചത് എങ്ങനെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വികസിപ്പിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങളെ ഒരു ഫോർമുലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഡോക്ടർ സതിപാൽ പാട്ടീൽ ആണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ മോഹൻ ബൽഗാവർ എന്ന 2 ശാസ്ത്രജ്ഞനാണ് ഇതിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. സതിപാൽ പാട്ടീൽ എന്ന് പറയുന്ന ആള് മഹാരാഷ്ട്ര സർക്കാരിന്റെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക കൺസൾട്ടന്റ് ആണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപാട് പ്രബന്ധങ്ങളും ഗവേഷണങ്ങൾക്കും വേണ്ടി പാറ്റന്റ് കിട്ടിയിട്ടുണ്ട്. UGC ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറാണ്. ദുബായ് സർക്കാരിന് ജൈവ കൃഷിയെ മാർഗനിർദ്ദേശം നൽകുന്ന ആളാണ്. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ജൈവ കൃഷിയിലെ പ്രബന്ധങ്ങൾ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആളാണ് ഈ സതിപാൽ പാട്ടീൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നോക്കൂ, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഐഫോം എന്ന് പറയും. ഐഫോം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചർ മൂവ്മെന്റ് എന്നാണ് അതിന്റെ പേര്. IFOM എന്നാണ്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചർ മൂവ്മെന്റ്. ജർമ്മനിയാണ് ഇതിന്റെ ആസ്ഥാനം. അതായത് 140ഓളം രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഐഫോം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഐഫോം സർട്ടിഫിക്കേഷൻ കിട്ടിയ രാജ്യത്ത് ഞാൻ എന്റെ പ്രൊഡക്റ്റ് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാണ്, ഞാൻ 100% ഓർഗാനിക് ആണെങ്കിൽ ഈ രാജ്യം ആദ്യം നോക്കുക അതിന് ഐഫോം സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അത്രയും ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് വരുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇക്കോസൈറ്റ്, ബയോസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ തന്നെ 8ഉം 10ഉം രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്. സർട്ടിഫിക്കറ്റിനെ പറ്റി അധികം കൂടുതൽ. പക്ഷേ ഈ ഐഫോം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്. ലോകരാജ്യങ്ങളിൽ ഓർഗാനിക് ഉൽപ്പന്നം കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് ഐഫോം എന്ന് പറയുന്നത്. പിന്നെ ബയോസൈറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അത് 18ഓളം രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കോസൈറ്റിന്റെ കിട്ടിയിട്ടുണ്ട്, ഏകദേശം 12ഓളം രാജ്യങ്ങൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പെർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, അപ്പേഡ, 1985 പാർലമെന്റ് നിയമം പാസാക്കിയ ഒരു ബോഡിയാണത്. ഈ അപ്പയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ
NPOP, കേന്ദ്ര സർക്കാർ നൽകുന്ന ഗുണമേന്മയുടെ സർട്ടിഫിക്കറ്റ് ആണ്. നമുക്ക് ഈ ആയുഷ് പ്രീമിയം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ NPOP എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇത്രയും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള വളരെ എന്താ പറയാ യൂണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊണ്ടൊക്കെ തരുന്ന ഈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ആരെ മുന്നിലും പോവാം. അവരോട് പറയാം ഞങ്ങൾക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റിന് മുകളിൽ ഇപ്പം ഗ്രോമാജിക് ആയിക്കോട്ടെ ഇതിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളുടെ MI മാർക്കറ്റിലെ ജൈവ കൃഷിയെ ഏറ്റവും ലാഭകരമായി മാറ്റണം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ജൈവ കൃഷിയെ ലാഭകരമായി മാറ്റാൻ പറ്റുന്നത്. ഇപ്പം വയനാട് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഈ ജൈവ കൃഷിനെ പറ്റിയിട്ട് വളരെ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തുന്നതാണ്. 2 വർഷം മുന്നേ ഞാനും എന്റെ സുഹൃത്തും കൂടെ അവിടുത്തെ സാധാരണ ഒരു സയന്റിസ്റ്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ ഒരു 100% ഓർഗാനിക് ആയിട്ട് ഒരു സംഭവം നടത്താൻ ആഗ്രഹിക്കുന്നവരപ്പോ അവിടുന്ന് തന്ന മറുപടി, അത് ഒഫീഷ്യൽ അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചോദിച്ചാൽ പറഞ്ഞത് കാശ് നഷ്ടസാധ്യതകൾ ഉണ്ടാകും. അതായത് നമുക്ക് 100% ജൈവമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ചെലവുകൾ വരുന്നു, അതിനെക്കൊണ്ട് വിപണനം നടക്കത്തില്ല. അതിന്റെ വില സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്നതിനെക്കാട്ടി 30-40% കൂട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സ്ഥലത്താണ് ഏറ്റവും ലാഭകരമായ കൃഷി രീതിയിൽ ഒരു കൃഷിയെ മാറ്റാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗമുണ്ട്. മണ്ണിന്റെ ഘടന, ആവാസ വ്യവസ്ഥ, ഇവയൊക്കെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകും. മണ്ണിന്റെ ഘടനയിലൊക്കെ വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നൊരു അസന്തുലിതാവസ്ഥയിൽ നിന്നും സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കൃഷി ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും പാരിസ്ഥിതി സൗഹാർദ്ദമായി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്കുള്ളത്. അതിൽ എന്തൊക്കെയുണ്ട്? ഒന്ന് വിഭവങ്ങൾക്കുള്ള, നമ്മളെ വിളകൾക്കുള്ളതുണ്ട്, കീടങ്ങൾക്കുള്ള മരുന്നുണ്ട്. അത് തന്നെ കീടങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്, സ്പ്രേ ചെയ്യുന്നുണ്ട്, വലിച്ചു കുടിക്കുന്ന കീടങ്ങളുണ്ട് പലതരത്തിൽ. ഇപ്പം വാഴന്റെ തണ്ടുതുരപ്പ് എന്ന് പറയുന്ന സാധനം വാഴന്റെ ഉള്ളിൽ പോകുന്നതാണെങ്കിൽ ഒരു നീരൂറ്റി കുടിക്കുന്ന, ഇലേന്റെ അടിയിൽ പോയിട്ട് നീരൂറ്റി കുടിക്കുന്നതുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, വളർച്ചയെ സഹായിക്കുന്ന, ലാഭകരമായി ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നേരെ പ്രൊഡക്റ്റിലേക്ക് കയറാണ്. ആദ്യത്തെ പറയാന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട സംഗതി എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രോമാജിക് അഡ്വാൻസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. 100 ഗ്രാം മാത്രമാണ് ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത്. ഇതൊരു വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഭൂവസ്ത്രം എന്ന് പറയുന്ന വേറൊരു പ്രൊഡക്റ്റിനെ കൂടെ ഇടാം. ഗ്രോമാജിക് അഡ്വാൻസ് ആദ്യം പറയുന്നത് 100 ഗ്രാം ഈ സംഗതി നമുക്ക് 125 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഏകദേശം 1 ഏക്കറയ്ക്ക് യൂസ് ചെയ്യാൻ ഈ ഒരൊറ്റ പാക്കറ്റിനുണ്ട് നമ്മൾ സാധിക്കും. അത് പച്ചക്കറിയിലേക്കൊക്കെ വരുമ്പം അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. അത് ശരിക്ക് നമ്മളുടെ ലീഡേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരു PDF ഉണ്ട് കമ്പനി തന്നിട്ടില്ല, വലിയൊരു ഫുള്ള് ഡീറ്റെയിൽസ് അതിൽ നോക്കി. ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടൊന്നും എത്തൂല. അതിനൊക്കെ ഗ്രോമാജിക് എന്ന് പറയുന്നത് കടൽപ്പായൽ സീവീഡ് എക്സ്ട്രാക്ട്സ് എന്ന് പറയും. കടൽപ്പായൽ സത്തിൽ സമ്പുഷ്ടമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ജാസ്മോണൈറ്റ് എന്ന് പറയുന്ന സംഗതി. ജാസ്മോണൈറ്റ് എന്ന് പറയുന്നത് മുല്ല എന്ന ചെടിയിൽ നിന്ന് എടുത്തിട്ടുള്ള അതിന്റെ എക്സ്ട്രാക്ട് ആണ്. നിങ്ങൾ എപ്പോ വേണേൽ ശ്രദ്ധിച്ചാൽ മതി, എത്ര കഠിനമായ വേനലിലും മുല്ലച്ചെടി അങ്ങനെ കരിയാറില്ല, ഇനി എത്ര മഴ വന്നാലും മുല്ലച്ചെടി അങ്ങനെ ചെയ്യാറുമില്ല. അത്രയും രോഗപ്രതിരോധ ശേഷിയുള്ളതിനെ കൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ചെയ്യുന്നത് ചെടികളുടെ തനതായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ചെടിക്ക് സ്വയം വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വെറും വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യം, അതേപോലെ തന്നെയാണ് ഈ ഗ്രോമാജിക് ചെയ്യുന്നത്. ചെടികളുടെ ആൽക്കലൈൻ കണ്ടന്റ്, എണ്ണയുടെ അംശം വർദ്ധിപ്പിക്കുന്നു, ചെടിയുടെ കായുടെ തൂക്കം വർദ്ധിപ്പിക്കുന്നു. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ചെടിയിൽ 50% ആൺപൂക്കളും 50% പെൺപൂക്കളും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഗ്രോമാജിക് അതിനെ ഇദ്ദേഹത്തിന്റെ നമ്മളെ മോഹൻ ബൽഗാർ ക്ലാസ് ഞാനൊരു റെഫറൻസ് ആയിട്ട് ഞാൻ കേട്ട പോകുന്നത് ഓൾമോസ്റ്റ് 90% ചെടികളിലെ പൂക്കളെയും ഇത് പെൺപൂക്കളായിട്ടും 10% ആൺപൂക്കളായിട്ടും കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ട്. അതായത് കൂടുതൽ വിളവ് ലഭിക്കാൻ സഹായകരമായ രീതിയിൽ. അപ്പം വൃക്ഷ ആയുർവേദ എന്ന് പറയുന്നത് ശരിയാക്കിയ ഒരു 4 വർഷത്തെ പഠന കോഴ്സും കൂടിയാണ്. ഇനി നേരത്തെ ചോദിച്ച പോലെ നമ്മളുടെ വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നത് മരുന്നാണോ എന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് നമ്മളോട് ചോദിക്കും, നമ്മളിപ്പോൾ എല്ലാവരും ഫുഡ് സപ്ലിമെന്റ് ആണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയേണ്ടത്
ഇത് വളം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ബയോ സ്റ്റിമുലന്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ബയോ സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ബയോ സ്റ്റിമുലന്റുകൾ സാധാരണഗതിയായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതാത് ചെടിയുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചിട്ട് കൂടുതൽ വിളവ് നൽകാൻ ചെടിയെ പ്രാപ്തമാക്കുക. അപ്പം അങ്ങനെ ഈ ബയോ സ്റ്റിമുലന്റ് എന്ന് പറയുന്നത് അതിന്റെ തനതായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിട്ട് ചെടിയെ കൂടുതൽ ഫലം തരുന്നതിന് പ്രാപ്തമാക്കുന്നതാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടൊരു സത്യം കൂടിയാണ് കേട്ടോ. എന്താണ് ബയോ സ്റ്റിമുലന്റ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ആ രീതിയിൽ വന്നിട്ട് ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഇനി ഗ്രോ മാജിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗ്രോ മാജിക് എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് കടൽപ്പായൽ സത്തുകളും അതേപോലെ നമ്മുടെ ചെടികളിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ വരുന്ന ഈ ജാസ്മോണൈറ്റും കൂടെ അടങ്ങിയതിനെ കൊണ്ട് ഒരു വിധത്തിലുള്ള പ്രകൃതികളാൽ പ്രശ്നമാണ്. അതിനെ നമ്മൾ ബയോട്ടിക് സ്ട്രെസ്, അബയോട്ടിക് സ്ട്രെസ് എന്നൊക്കെ പറയട്ടോ. നമ്മള് പെട്ടെന്നൊരു മഴ പെയ്യുക, പെട്ടെന്ന് വെയിൽ കൊള്ളുക, ചില സ്ഥലത്ത് നിന്ന് ഉപ്പ് കാറ്റേൽക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളാൽ നമ്മൾ ഈ ചെടിക്ക് എന്തെങ്കിലും സ്ട്രെസ് കൊടുക്കുക, വേറെ ഇളകി പോകുന്നതിനൊക്കെ നമ്മൾ ബയോട്ടിക് സ്ട്രെസ്, അബയോട്ടിക് സ്ട്രെസ് എന്നൊക്കെ ഇദ്ദേഹം വിശദീകരിക്കണം. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നമ്മളൊരു മനുഷ്യന്മാർക്ക് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന പോലെ ഇത്തരം പ്രകൃതിദത്തമായ, ഇപ്പൊ ഇന്ന് നല്ല മഴയാണെങ്കിൽ നാളെ ചിലപ്പോൾ അതികഠിനமான വെയിലായിരിക്കാം. ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ചെടിയെ പ്രാപ്തമാക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ബയോട്ടിക് സ്ട്രെസ്, അബയോട്ടിക് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്. ഞാനത് വിശദീകരിച്ച പോലെ ഇങ്ങനെ ചെടീനെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രോ മാജിക് ചെയ്യുന്നത്. ഗ്രോ മാജിക് ആണ് നമ്മുടെ സ്റ്റാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു പച്ചക്കറിയിലൊക്കെ 3 തവണത്തെ സ്പ്രേയിങ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മളൊരു പയറ് ഒരു 50 kg ബാഗ് ആണെങ്കിൽ അത് ഫുള്ള് ടൈറ്റ് ചെയ്ത് നിറച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 65 കിലോന്റെ അടുത്ത് തൂക്കം കിട്ടുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ഈ ഗ്രോ മാജിക്കിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാമത് വരുന്ന സംഗതി MI സ്പ്രേ പ്ലസ് എന്നൊരു സാധനമാണ്. MI സ്പ്രേ പ്ലസ് എന്ന് പറയുന്ന ഒരു ലായനിയാണ്. നമുക്ക് എന്തിന്റെ കൂടെയും MI സ്പ്രേ പ്ലസ് മിക്സ് ചെയ്യാം എന്നുള്ളതാണ് MI സ്പ്രേ പ്ലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് MI സ്പ്രേ പ്ലസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പം ഈ ഗ്രോ മാജിക് ഞാൻ നേരത്തെ പറഞ്ഞ 100 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ കലക്കുന്നത്. ഈ 100 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഗ്രോ മാജിക് കലക്കുമ്പോൾ അതിലൊരു 30 മുതൽ 35 ml വരെ MI സ്പ്രേ പ്ലസ് മിക്സ് ചെയ്താൽ ഇതിന്റെ സ്പ്രെഡിങ് കപ്പാസിറ്റി, അതായത് ഈ ഗ്രോ മാജിക്കിനെ ചെടിയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തതിൽ നിന്ന് പടർന്നു പോകണല്ലോ, അതിന്റെ കപ്പാസിറ്റി 20 മടങ്ങ് വരെ, അതായത് പെട്രോളിനെയും കാട്ടി 20 മടങ്ങ് വരെ സ്പ്രെഡിങ് കപ്പാസിറ്റി നമ്മുടെ MI സ്പ്രേ പ്ലസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് MI സ്പ്രേ പ്ലസ്. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോ നമ്മളിപ്പം ഒരു കീടനാശിനി അടിച്ചു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കീടനാശിനി ചെടിക്ക് അടിച്ചു. ഇത് ബാക്കിയുള്ള ചെടികൾ അടിക്കുന്ന പോലെ കുളിപ്പിച്ചടിക്കേണ്ട ആവശ്യമില്ല. കാരണം MI സ്പ്രേ പ്ലസ് ചെടിയുടെ ഒരു ഭാഗത്ത് വീണാൽ അടിഭാഗത്തേക്ക് വരെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇതിനെ ഒരു 2 മണിക്കൂറൊക്കെ നമുക്കൊന്നൊരു വെയിലത്ത് കിട്ടിയാൽ മതി. പിന്നെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാലും ഇത് ഒലിച്ചു പോയി പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തേനീച്ചയെ ആകർഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പരാഗണം നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ജീവജാലമാണ് തേനീച്ച എന്ന് പറയുന്നത്. MI സ്പ്രേ പ്ലസ് തേനീച്ചയെ നല്ലവണ്ണം അതുകൊണ്ട് തന്നെ പരാഗണം കൂടുതൽ നടക്കുകയും അതിലൂടെ തന്നെ നമുക്കിതിന്റെ കൂടുതൽ വിളവ് ലഭിക്കാൻ സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇതിലേക്ക് MI വീർ എന്ന് പറഞ്ഞിട്ട് കീടനാശിനികൾ വരുന്നുണ്ട്. പലതരം, ഏത് തരം കീടത്തിൽ വേണമെങ്കിൽ, ഏകദേശം 5000 തരത്തിലെ കീടനാശിനികളെ തടയാൻ പറ്റുന്ന, അതിന്റെ ഒരു സിസ്റ്റം പറയുന്നുണ്ട്. നമ്മൾ അമാവാസിന്റെ ഒരു 7 ദിവസം, കറുത്തവാവിന്റെ ഒരു 3 ദിവസവും അമാവാസി കഴിഞ്ഞിട്ട് 7 ദിവസം അടിക്കണം. ആ സമയത്താണ് ഈ പൂമ്പാറ്റകളും കാര്യങ്ങളെല്ലാം ചെടിയുടെ പുറകിൽ പോയിട്ട് മുട്ടയിട്ട് വെക്കുന്നത്, വിരിഞ്ഞു വരുന്നത്. പക്ഷെ MI വീർ മാത്രമാണ്, കീടനാശിനി മാത്രമാണ് നമ്മൾ 15 ദിവസം കൂടുതൽ ഇടയിൽ അടിക്കണം എന്ന് പറയുന്നത്. നമ്മൾ പശുത്തൊഴുത്തിൽ അടിക്കാം. വീടുകളിൽ വരുന്ന പല്ലി, പാറ്റ, കൂറ, ഇത്തരം സാധനങ്ങളൊക്കെ MI വീറിന് പോകുന്നുണ്ട്. മൂന്നാമത് വരുന്നത് MI പ്രൗഡ് എന്ന് പറയുന്നത് ഫംഗസ് രോഗങ്ങൾ, നമ്മളുടെ ഇലയ്ക്ക് മഞ്ഞ കളർ ആവുക, ചുരുങ്ങി പോവുക, ഇത്തരം ഫംഗസുകളാൽ, കൂടുതൽ വെള്ളം നല്ലാവുന്നപ്പോൾ ഒരു പച്ച പായൽ വരും, ഇത്തരം ഫംഗസുകളാൽ വരുന്ന അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ രോഗങ്ങളെ തടയാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ഒന്നാണ് MI പ്രൗഡ്. പിന്നെ മണ്ണിന്റെ pH ലെവൽ ഉയർത്തുന്നുണ്ട്, വൈറസിന്. ഇതൊന്നും നമ്മൾ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഗ്രോ മാജിക് യൂസ് ചെയ്താൽ തന്നെ
വരുന്നില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ്. കാരണം ഞാൻ എന്റെ തോട്ടത്തിൽ ചെയ്തിട്ട് ആദ്യത്തെ 2ാമത്തെ മാസത്തിൽ നമ്മളെ വെള്ളീച്ച എന്ന് പറയുന്നതിന്റെ ഒരു പ്രശ്നം വന്നിരുന്നു. അതിന് മാത്രം ഒന്ന് അടിച്ചു എന്നല്ല, അതിന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അപ്പുറം ഇപ്പുറമുള്ള തോട്ടത്തിലെല്ലാം ഇലകരിച്ചിലിനും മഞ്ഞളിപ്പിനും അതുപോലെ തണ്ടുതെറുപ്പിനും മരുന്നടിക്കുമ്പോൾ ഞാൻ ഇതിനൊന്നിനു വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിൽ പ്രധാന ഘടകം നമ്മളെ ഇന്ത്യ ഗ്രൂവിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാന സംഭവം എന്ന് പറയുന്നത് ഗ്രോ മാജിക് ആണ്. ഇനി ഇതിൽ പറയേണ്ട വേറൊരു സംഗതിയാണ് ഭൂവസ്ത്രം. ഭൂവസ്ത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോ മണ്ണിലെ ഒരു നൈട്രജൻ ഒരു പ്രാഥമിക ഘടകങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഭൂവസ്ത്ര ഒരു 6 മാസം കൂടുമ്പോൾ മാത്രം മണ്ണിലേക്ക് കൊടുക്കേണ്ട ഒരു ഉൽപ്പന്നമാണ്. അതായത് ഒരു തരത്തിലുള്ള മണ്ണിര പോലുള്ള മിത്രകീടങ്ങളെ നശിപ്പിക്കാതെ നമ്മളെ ചാണകപ്പുഴു, കറുത്ത പുഴു, ഉറുമ്പ്, ചെതല്, ഈ വെട്ടിൽ എന്ന് പറയുന്നത് പുൽച്ചാടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനൊക്കെ ഇവിടുന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. നശിപ്പിക്കാനല്ല, നമ്മളെ പറമ്പിൽ നിന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെറും 1 ഏക്കറിലേക്ക് വേണ്ടത് 4 കിലോ തൂക്കം മാത്രമാണ്. അതാണ് ഈ നാനോ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. 2 പാക്കറ്റ് 1 ഏക്കറിലേക്ക് മതി. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ സാധാരണ കർഷകർ ചെയ്യുന്ന എങ്ങനെയാണ്, ഈ യൂറിയ പോലത്തെ സാധനം ഒരു പിടി വാരി എറിയുമ്പോൾ നമ്മളിത് പോയിട്ട് ഒരു വാഴയ്ക്ക് 10 ഗ്രാം മതി എന്ന് പറയുമ്പോൾ ഇവരെ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ മതിയെന്ന് അവർക്കത് സ്വീകരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതിനിപ്പോ നമ്മൾ സ്വാഭാവികയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ വർഷം അവരോട് പറയാം 50% 50% നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ ഭൂവസ്ത്രം മിക്സ് ചെയ്യാം. 2ാമത്തെ വർഷം 25, 3ാമത്തെ വർഷം മുതൽ ഇത് തീരെ വേണ്ട, വെറും ഭൂവസ്ത്രം മാത്രം മണ്ണിൽ മിക്സ് ചെയ്ത് ഒരു 10 കിലോ മണ്ണെടുത്തിട്ട് 2 പാക്കറ്റ് ഭൂവസ്ത്രം ഇട്ട് ഇവർക്ക് യൂറിയ എറിയുന്ന പോലെ തന്നെ ഒരു പിടി വാരി എറിയാം. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ തോട്ടത്തില് ആദ്യ വർഷത്തിൽ തന്നെ ഒരു തരി പോലും രാസവളം ഉപയോഗിക്കാതെ വെറും ഭൂവസ്ത്രം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഭൂവസ്ത്രം ചെയ്യുന്നത് നമ്മളെ ചെടിയുടെ തായ് വേരുണ്ടല്ലോ, ഏറ്റവും അടിയിലേക്ക് പോകുന്ന ആ വേരിനെ ഏറ്റവും സ്ട്രോങ് ആക്കും എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഉൽപ്പന്നങ്ങളെല്ലാം സസ്യസത്തുക്കളും മൃഗക്കൊഴുപ്പുകളും ആയതിനെ കൊണ്ട് തന്നെ ഇതിന്റെ വേരിനും തണ്ടിനും ഒക്കെ ചവർപ്പും കയ്പുമാണ് ഉണ്ടാവുക. രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു മധുരമായിരിക്കും. ഈ ചവർപ്പും കയ്പും ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നോർമൽ സാധാരണഗതിയിൽ കീടങ്ങൾ ആക്രമിക്കുന്നില്ല. കാരണം ഈ ചവർപ്പും അതൊക്കെയാണ് ഈ ടെക്നോളജി എന്ന് പറയുന്ന സംഭവം. എങ്ങനെ ഏത് രീതിയിൽ ശാസ്ത്രീയമായിട്ട് ഇത് വികസിപ്പിച്ചെടുത്തു എന്നുള്ളതൊക്കെ പറയുന്നിടത്താണ് നമ്മുടെ മാനേജ്മെന്റിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബയോട്ടിക് സ്ട്രെസ്, അബയോട്ടിക് സ്ട്രെസ് ഗ്രോ മാജിക്കിന്റെ കാര്യത്തിൽ അതും വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോ ഒരു വാഴയുടെ ഇലയുടെ ഉണങ്ങിയ ഒരു ഇലയാണ് കരിയുന്നെങ്കിൽ അതിൽ നിന്നൊരു നീരോ കാര്യങ്ങളോ, പക്ഷെ നമ്മൾ പച്ച ഇല കരിയുമ്പോൾ ആ നീര് എന്ന് പറയുന്നത് ചോരയ്ക്ക് തുല്യമാണ്. അത് ശരിക്കും സ്ട്രെസ് വരാറുണ്ട് ചെടി. അത്തരം സ്ട്രെസ്സിനെ വരെ കവർ ചെയ്യാനായിട്ട് ഗ്രോ മാജിക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അത്രയും ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ 3ാമത് ഇനി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഒലിഫ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ്. ഒലിഫ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ദൈവികമായ സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒലിഫ് സൂപ്പർ 16 എന്നാണ് അതിന്റെ പേര്. ഓർഗാനിക് ലിക്വിഡ് ഇൻപുട്ട് ഫോർമുല എന്നാണ് ഒലിഫിന്റെ ഫുൾ ഫോം. സൂപ്പർ 16 എന്ന് പറഞ്ഞാൽ 16ഓളം തരത്തിലുള്ള വ്യത്യസ്ത ചെടികളുടെ എക്സ്ട്രാക്റ്റും കടൽപ്പായൽ സമ്പത്തിനെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഈ ഒലിഫ് എന്ന് പറയുന്നത്. അത്രയും ഗംഭീര പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. എന്നാണ് പറയുന്നതെന്നല്ല, എനിക്ക് ഉപയോഗിച്ചിട്ട് അനുഭവം കിട്ടിയിട്ടുള്ളതാണ്. ഏകദേശം 1/2 ലിറ്ററിന്റെ പാക്കറ്റാണ് ഇപ്പോൾ ബോട്ടിലാണ് വരുന്നത്. അത് 200 ലിറ്ററിൽ വെള്ളത്തിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒലിഫ് ശരിക്ക് നമുക്ക് എവിടെയും നമ്മുടെ ഒരു വലിയൊരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് എവിടെ ഇല്ല. പക്ഷെ ഞാൻ നമ്മളുടെ ഈ മോഹൻ ബൽഗ്വാർ സാറിന്റെ 1 മണിക്കൂറുള്ള ക്ലാസ് ഞാനത് കേട്ടിലേക്ക് എഴുതി വെച്ചു. component agriculture input seaweed extract, amino acid and other naturally acquired components has been developed by standard. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സീവീഡ് എക്സ്ട്രാക്ട്, അമിനോ ആസിഡ്, നാച്ചുറൽ ആയിട്ട് വരുന്ന ചെടികളെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒലിഫ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ 2021 നമ്മളെ വളങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗവും കാര്യങ്ങളും 140
200% ഇതിന്റെ വർധനവ് വരുന്നത് ഓരോ പ്രൊഡക്റ്റും. ഇതിൽ ഒലിഫ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒലിഫ് 2 രീതിയിൽ ചെടികളെ സ്വാധീനിക്കുന്നുണ്ട്. അതിന്റെ വേരിനെയും സ്വാധീനിക്കുന്നുണ്ട്. വേരിന്റെ മുകളിൽ, അതായത് റൂട്ട് എന്ന് പറയും വേരിനെ, ഷൂട്ട് എന്നാണ് മുകളിലേക്കുള്ള ഓരോ ശാഖകളെ വരെ സ്വാധീനിക്കും. മണ്ണിൽ നിന്ന് ന്യൂട്രീഷ്യൻസിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മണ്ണിൽ ഓരോ ഓരോ ഘടകങ്ങളുണ്ട്, അത് വലിച്ചെടുക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇന്ത്യൻ മണ്ണ് ശരിക്ക് ഒരു കൃഷി ചെയ്യുന്ന മണ്ണില് 3% ഓർഗാനിക് കാർബൺ വേണം എന്നാണ് പറയുന്നത്. 3% എന്നാലേ ആവശ്യത്തിന് നൈട്രജൻ, നമ്മളെ പ്രൈമറി ന്യൂട്രിയൻസ് ആയിട്ടുള്ള നൈട്രജൻ ലഭിക്കും. ഈ നൈട്രജൻ തന്നെ മണ്ണില് ഒരു സ്ഥിരമായിട്ട് നിൽക്കില്ല, അതിങ്ങനെ ഓടിക്കളിക്കും. അപ്പം അതിനെ മണ്ണിൽ നൈട്രജനെ സ്ഥിരമായിട്ട് നിലനിർത്താനായിട്ട് മണ്ണിൽ 3% ഓർഗാനിക് കാർബൺ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ അമിതമായ വളങ്ങളുടെ പ്രയോഗം മൂലം ഇപ്പം ഇന്ത്യൻ മണ്ണിൽ അത് 0.037% മാത്രമേ ഓർഗാനിക് കാർബൺ ഉള്ളൂ എന്ന് പറയും. ഈ ഓർഗാനിക് കാർബൺ ആയിട്ടാണ് ഇല കരിഞ്ഞിട്ടും അങ്ങനെ ഒക്കെ സംഭവം വരുന്നതാണ്. പക്ഷെ നമ്മുടെ ഒലിഫ് എന്നതിൽ 15% ഓർഗാനിക് കാർബൺ ആണ്. ഒരു 3 വർഷത്തെ തുടർച്ചയായിട്ട് ഉപയോഗം കൊണ്ട് നമ്മളെ മണ്ണിലുള്ള ഈ ഓർഗാനിക് കാർബണിന്റെ ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാൻ ഒലിഫിന് പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ ചെടിയുടെ വേരിനെയും അതേപോലെ മുകളിലേക്കുള്ള ശാഖകളെയും വരെ വളർച്ചയ്ക്കും അതിന്റെ ഉൽപാദനത്തിനെയും ഈ ഒലിഫ് സഹായിക്കും എന്ന് പറയുന്നത്. അതുകൂടാതെ ഒലിഫില് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, അയൺ, ബോറോൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, നിക്കൽ, മോളിബ്ഡനം, ഇതെല്ലാം, അതായത് ഈ സാധനങ്ങളെല്ലാം ഈ മൂലകങ്ങളെല്ലാം മണ്ണിലെ വേണം. ഇത് ഓരോ കാര്യങ്ങളും ഓരോ രീതിയിൽ ചെടികളെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പം ചില വാഴന്റെ ഇലകളിൽ കാണാൻ ഒരു വയലറ്റ് കളർ, ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ കാണാം. അത് മണ്ണിൽ ബോറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുകൊണ്ടാണ്. ഈ പറയുന്ന എന്തെങ്കിലും ഒരു സംഗതി മണ്ണിലില്ലെങ്കിൽ ഒലിഫ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ 3 തരത്തില് മണ്ണുകളുണ്ട്. നമ്മള് കളിമണ്ണ് പോലത്തെ കുറച്ച് കട്ടിയുള്ളത്, കുറച്ചും കൂടെ സാൻഡി സോയിൽ എന്ന് പറയും, മണൽ പോലെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ളത്, പിന്നെ നമ്മൾ ഹാർഡ് മണ്ണ് എന്നൊക്കെ പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ നമ്മള് കുഴൽക്കിണറൊക്കെ കുഴിച്ചിട്ട് പുറത്തേക്ക് ഇട്ടുന്ന അത് പൊടിഞ്ഞു വരുന്ന അങ്ങനത്തെ സംഗതി. ഇതിൽ ഏറ്റവും സുഗമമായിട്ട് കൃഷി ചെയ്യാൻ സുഖം സാൻഡി സോയില. പക്ഷെ ഒലിഫ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മണ്ണിന്റെ ഘടനയെ മാറ്റി അതിൽ നിന്നും ഇത്തരം ഈ പറഞ്ഞ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ മൂലകങ്ങളെ വലിച്ചെടുക്കാൻ കൂടി ഒലിഫ് സഹായിക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഒഴുക്കി വിടാനും, മണ്ണിൽ വെള്ളം കുറവുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണിനെ ഹോൾഡ് ചെയ്ത് നിർത്താനും ഒലിഫിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത്ര മൂലകങ്ങൾ, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഇത്തരം ഏതെങ്കിലും ഒരു മൂലകങ്ങൾ മണ്ണിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഒലിഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മൂലകങ്ങൾ മണ്ണിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെടികളെ സഹായിക്കാൻ കൂടെ ചെയ്യുന്നതാണ് ഒലിഫ് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ് ഫോട്ടോസിന്തസിസും അതേപോലെ റെസ്പിറേഷൻ, അതായത് പ്രകാശ സംശ്ലേഷണം. പകൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ആഹാരം പാകം ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അത് രാത്രി കാലങ്ങൾ ഉപയോഗിച്ച് അതിനെ സ്വയം ആഹാരമാക്കി മാറ്റുന്നതിനാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഴയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ 1 മാസം മുന്നേ വരെ നമുക്ക് ഇതിന്റെ വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. അതും അനുഭവത്തിലുള്ള കാര്യമാണ്. കാരണം ഫോട്ടോസിന്തസിസും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഫോട്ടോസിന്തസിസിനൊക്കെ സ്വാധീനിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം നമ്മളുടെ ഇതിന്റെ ശാസ്ത്രജ്ഞർ ഇതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിനെ രണ്ടിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒലിഫ് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലകളുടെ വ്യാസം. അപ്പം അതുകൊണ്ടാണ് ഇത് ഫോട്ടോസിന്തസിസ് കൂടുതലാവുന്നത്. ഇലകളുടെ വ്യാസത്തെ വർദ്ധിപ്പിക്കുന്നു, ശാഖകൾ തമ്മിലുള്ള ഗ്യാപ്പിനെ സഹായിക്കുന്നു, പിന്നെ ഈ ഓക്സിജനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നതിന് കൂടുതൽ സാധാരണ റെസ്പിറേഷൻ എന്നൊക്കെ പറയാം. ഇത്തരം കുറെ കാര്യങ്ങള്. പിന്നെ ഒലിഫ് ചെയ്യുന്ന പ്രധാന കാര്യം ഞാൻ നേരത്തെ ഗ്രോമാജിക്കിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 50%
ആൺപെൺ അനുപാതം എന്നുള്ളത് 90% പെൺപൂക്കളായിട്ടും 10% ആൺപൂക്കളായിട്ടും കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതിൽ തന്നെ ഈ രണ്ട് സംഗതികളും ഇതും പ്രായപൂർത്തിയാകുന്ന വ്യത്യസ്ത സമയങ്ങളിലാണ്. ചില സ്ഥലങ്ങളിൽ മരത്തിന്റെ അടിയിൽ പൂ കൊഴിഞ്ഞു വീഴാൻ കാരണം എന്താ വെച്ചാൽ പെൺപൂ പ്രായപൂർത്തിയായി 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആൺപൂ പ്രായപൂർത്തിയാകാം. ആ സമയമാകുമ്പോൾ ഈ പൂ കൊഴിഞ്ഞു പോകും. അപ്പൊ ഈ പരാഗണം നടക്കാതാവുകയും പക്ഷെ ഗ്രോ മാജിക് ഇതിനെ 90% പെൺപൂവും 10% ആൺപൂവായി മാറ്റുമ്പോൾ ഒലിഫ് ഇതിനെ രണ്ടിനെയും ഒരു സമയത്ത് പ്രായപൂർത്തിയാക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നടക്കുന്നു. രണ്ടും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ സമയത്ത് പ്രായപൂർത്തിയാക്കാൻ സഹായിക്കുന്നുണ്ട് ഒലിഫ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡേ. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഒലിഫ് മാത്രം പോരാ, എന്തിനാണ് നമ്മൾ ഗ്രോ മാജിക് ഉപയോഗിക്കുന്നത്? ഒലിഫ് അത് മാത്രമല്ല, ഇതിന്റെ കെമിക്കലായിട്ടുള്ള ബയോളജിക്കലായിട്ടും ഇത് വിശദീകരിക്കുകയാണെങ്കിൽ കുറെ പറയണം. നമുക്കൊരു സൂം മീറ്റിംഗിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ഒരു 1.5 മണിക്കൂർ മാത്രം ഇതിന്റെ അപ്പം ഞാൻ അതിന്റെ പ്രധാന കാര്യങ്ങൾ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു തരുകയും ചെയ്യും. അപ്പം ഒലിഫ് ചെയ്യുന്നത് എൻഹാൻസ്മെന്റ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആൻഡ് ബ്രാഞ്ചിങ്, അതായത് ഈ ചെടികളുടെ വളർച്ചയും ബ്രാഞ്ചിന്റെ വികസനത്തെയും കൂടാൻ സഹായിക്കുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ട് സെറ്റിംഗ്, കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും അത് നേരെ ഫ്രൂട്ടായി മാറാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് ഓഫ് പ്ലാന്റ് റെസിസ്റ്റൻസ് ടു ക്ലൈമറ്റ് ചേഞ്ച്, അതായത് പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും ചെടികളെ അതിനൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട്. ബൂസ്റ്റിംഗ് ഓഫ് പ്ലാന്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഡിസീസസ് റെസിസ്റ്റൻസ്, അതായത് ചെടിയുടെ ആരോഗ്യം വർദ്ധിപ്പിച്ചിട്ട് അസുഖങ്ങളിൽ നിന്നും ചെറുക്കാൻ സഹായിക്കുന്നു. ഇൻക്രീസ് ഇൻ ക്രോപ്പ് ഈൽഡ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, നമ്മളുടെ വിളവിന്റെ വർധനവും അതിന്റെ ഈൽഡ്, അതിന് കിട്ടുന്ന വിളവിനെ കൂട്ടുന്നു. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡ്യൂസ് ക്വാളിറ്റി ആൻഡ് സെൽ ലൈഫ്, ഇതിന്റെ കോശങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, ചെടികളുടെ കോശങ്ങളുടെ ലൈഫിനെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശ സംശ്ലേഷണം അത് കൂടുതലാക്കുന്നു. പ്രൊമോഷൻ ഓഫ് ബെനിഫിഷ്യൽ സോയിൽ മൈക്രോബിയൽ പോപ്പുലേഷൻസ്, മണ്ണിലുണ്ടാകുന്ന മൈക്രോബിയൽ പോപ്പുലേഷൻസ്, മണ്ണിൽ വേണ്ട ഇത്തരം സൂക്ഷ്മമായ പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇംപ്രൂവ്മെന്റ് ഓഫ് സോയിൽ പൊറോസിറ്റി ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, കൂടുതലുള്ള വെള്ളത്തിനെ ഒഴുക്കിക്കളയാനും വെള്ളം കുറവാണെങ്കിൽ ആ വെള്ളത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കാനും ഈ ഒലിഫ് സഹായിക്കുന്നുണ്ട്. ഒലിഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നോവൽ പ്രൊഡക്റ്റ്, അതായത് ഒരു ദൈവികമായ ഒരു പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇതെങ്ങനെയാണ് ചെടികളെ ഇത് സ്വാധീനിക്കുന്നത്, ചിത്രങ്ങൾ സഹിതമാണ്. നമ്മള് ഇങ്ങനെ പറഞ്ഞാൽ എത്ര ചെടികളുടെ വേരുകളെ എങ്ങനെയാണ് ഇത് സഹായിക്കുന്നതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഓരോരോ സംഗതികൾ. അപ്പം നമ്മൾ ചോദിക്കും ഗ്രോ മാജിക്കും ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഗ്രോ മാജിക് ഒരു സമ്പൂർണ്ണ ആഹാരമാണെങ്കിൽ ആ സമ്പൂർണ്ണ ആഹാരത്തെ അതിൻ്റെതായ രീതിയിൽ ചെടിക്ക് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ബൂസ്റ്റാണ് നമ്മളുടെ ഈ ഒലിഫ് എന്ന് പറയുന്നത്. രണ്ടും തമ്മില് വളരെ പരസ്പര പൂരകങ്ങളാണ്. അപ്പം ഗ്രോ മാജിക്കില് മെയിൻ ആയിട്ട് വരുന്നത് എന്താ പറയാ, പ്ലാന്റിന്റെ ചെടികളിൽ നിന്നുള്ള സത്തുക്കളും കടൽപ്പായങ്ങളൊക്കെ ആണെങ്കിൽ ഈ നമ്മളുടെ ഇതിൽ അതിന്റെ കൂടെ അനിമൽ ഫാറ്റും കാര്യങ്ങളും കൂടെ ഒലിഫിൽ വരുന്നുണ്ട്. അതിനാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒലിഫ് വേറെയാണ്, ഗ്രോ മാജിക് വേറെയാണ്. ഗ്രോ മാജിക് എന്ന് പറയുന്നത് ചെടികളുടെ മുകളിലേക്കുള്ള, അപ്പൊ വെള്ളവേരുകളാണ് മണ്ണിന്ന് ഓരോന്ന് വലിച്ചെടുക്കുന്നത്. കായ് വേര് അടിയിലേക്ക് വരുന്നത് ഭൂവസ്ത്രം സഹായിക്കുമ്പോൾ വെള്ളവേരുകളെ സമ്പുഷ്ടമാക്കുന്നത് ഗ്രോ മാജിക് ആണ്. ഈ വേരുകളിലേക്ക് ഓരോ സംഗതികൾ എത്തപ്പെടും. നൈട്രജന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, നൈട്രജൻ ഓടിക്കളിക്കുകയാണ്. നൈട്രജൻ ഓടിക്കളിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളവേരുകൾക്ക് നൈട്രജൻ വലിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ആ ഓടിക്കളിക്കുന്ന നൈട്രജനെ സ്ഥായിയായിട്ട് ഈ വേരുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയാണ് ഒലിഫ് ചെയ്യുന്നത്. ഇപ്പോൾ ബോറോൺ ഉണ്ട്, ബോറോൺ ചെടിയിലേക്ക് എത്തണം. ആ ബോറോൺ ചെടിയിലേക്ക് എത്താത്ത രീതിയിലാണെങ്കിൽ അതിനെ ബോറോൺ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഒലിഫ് ചെയ്യുന്നത്.
ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. ഒന്ന് 4 കാര്യങ്ങൾ. ഭൂവസ്ത്ര പ്രൈമറി. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മണ്ണൊരുക്കുന്ന സമയത്ത്, നടുന്നതിന്റെ മുന്നേ ആയിട്ട്, വിത്ത് നടുന്നതിന്, വാഴവിത്ത് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ വാഴവിത്താണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും നമ്മളതിൽ നേരത്തെ പറഞ്ഞ MI പ്രൗഡും അതേപോലെ ഈ ഒലിഫും 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ബോട്ടില് ഒലിഫും 2 ബോട്ടില് MI പ്രൗഡും എന്നുള്ള ആ മിശ്രിതത്തിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എക്കാലക്സോ അങ്ങനത്തെ ഒരു സാധനം നടുമ്പോൾ ചെയ്യണ്ട. കാരണം ഞാനിവിടെ കഴിഞ്ഞ വർഷം ചെയ്യുമ്പോൾ കാരണം വാഴവിത്ത് 16 ദിവസം പുറത്ത് കറന്നു. ഞാൻ ഈ 2 സംഗതി മുക്കിയിട്ടാണ് വെച്ചത്. അതിനുശേഷം മഴ പെയ്തിട്ട് ഒരു 10-15 ദിവസം വെള്ളക്കെട്ട് പോലത്തെ സാഹചര്യം കിടന്നിട്ട് പോലും ഒരു വിത്ത് പോലും ചെയ്യുകയോ ഒറ്റൊന്നിൽ പോലും ഈ വാഴവിത്ത് എങ്ങനെ കൂട്ടിയിട്ട് അതിൽ വെള്ള പുഴു വരും എന്ന് പറയുന്നത്, നമ്മള് ചാണകപ്പുഴു, അതൊന്നും വരികയോ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്തിനെ കൊണ്ടുവന്ന സംഗതികളാണ് ഈ പറയുന്ന ഓരോ. അപ്പൊ ഇതിൽ പ്രധാന സാധനം ഭൂവസ്ത്രയാണ്. നമ്മളിപ്പം ഞാൻ വാഴയാണ് ചെയ്തതിനെ കൊണ്ട് പറയുന്നത്. ഭൂവസ്ത്രയും ഗ്രോമാജിക്കും കൂടെ ആദ്യം നടുന്ന സമയത്ത് ഒരു ഏക്കർ അല്ല ഒരു 1000-1200 വാഴ ഉണ്ടെങ്കിൽ ഒരു 3 പാക്കറ്റ് ഭൂവസ്ത്രയും 2 പാക്കറ്റ് ഗ്രോമാജിക്കും ഒരു 10 കിലോ മണ്ണും എടുത്ത് ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് ടോട്ടൽ എല്ലാം കൂടി ഒരു 10 ഗ്രാം വരുന്ന പോലെ ഈ കുഴിയിലേക്ക് ഇട്ട് വിത്ത് നിങ്ങൾക്ക് മൂടാം. ഒരു 17-18 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു പാക്കറ്റ് ഗ്രോമാജിക് ഒഴിച്ച് അതിലേക്ക് ഒരു 3 ml സ്പ്രേ ചെയ്തിട്ട് വരുന്ന ഇലകൾക്ക് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരു 50 ml ഒലിഫ് എടുത്തിട്ട് ഇതിന്റെ താഴെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സ്പ്രേ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്തൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ വെള്ളീച്ച പോലത്തെ സാധനങ്ങളൊക്കെ തുടക്കത്തിലെ ഒരു ഗ്രോത്ത് വരുന്നുണ്ടാവുള്ളൂ. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒരു തരത്തിലെ കീടനാശിനികളോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൗഡൊന്നും ഉപയോഗിക്കുക. പക്ഷെ പ്രൗഡൊക്കെ ഒരു നിശ്ചിത കാലയളവില് ഒരു 2 മാസമൊക്കെ കൂടുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് ഈ ഭാഗത്തേക്ക് പോലൊന്നും വരില്ല. അങ്ങനെ ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇന്നിപ്പം ഗ്രോമാജിക് ആണ് ചെയ്തെങ്കിൽ ഇത് കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസത്തിന്റെ ഗ്യാപ്പിൽ ഞാൻ ചെയ്യുന്നത് ഒലിഫ ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാ മാസത്തിലും എത്തുന്നുണ്ട്. ഇനിയിപ്പോ വാഴ ചെയ്തോട് പറയുന്നത് ഇതിൽ എല്ലാ കർഷകരും ഉണ്ടാവുന്ന എനിക്ക് വാഴ ചെയ്യുന്നത് ഇപ്പൊ ഒരു 2-2.5 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇഞ്ചക്ഷനിലേക്ക് കയറാം. അതില് ഒരു 10 ലിറ്റർ വെള്ളത്തിലേക്ക് 50 ഗ്രാം ഗ്രോമാജിക് മിക്സ് ചെയ്ത് അതിലേക്കൊരു 3 ml MS പേപ്പർ ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു വാഴയ്ക്ക് 5 ml ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെത് നമുക്ക് പറഞ്ഞ് തരാൻ പറ്റാത്ത, അത് എനിക്ക് ആർക്ക് വേണമെങ്കിലും എന്റെ തോട്ടത്തിലേക്ക് വരാമെന്ന് എനിക്ക് പറയാം. കാരണം എന്റെ തോട്ടക്കുറവ് കൊണ്ടും വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടും ഇവിടെ ഏൽപ്പിച്ച ആളെ കൊണ്ടും ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 30 വാഴ വെച്ചത്. ജനുവരി 13 ആകുമ്പോൾ വാഴന്റെ വലിപ്പം എന്ന് പറയുന്നത് മാക്സിമം ഒരു 2.5 അടി 3 അടിയും ഒരു 3-4 ഇലയും മാത്രം. ജനുവരി 13 ഡേറ്റിംഗ് ആലോചിച്ച് വെച്ചു. ഇന്ന് കറക്റ്റ് നോക്കുകയാണെങ്കിൽ മെയ് മാസം 15 ഈ ജനുവരി മുതൽ മെയ് 4 മാസം കൊണ്ട് എന്റെ വാഴ കൊലച്ചു എന്നുള്ള ഈ കൊലയ്ക്കുന്നതിന്റെ പ്രധാന കാരണം ഒലിഫ്, MS പ്ലസ്, ഗ്രോമാജിക് അഡ്വാൻസ്, ഈ 3 സംഗതികളാണ്. അത് ഞാൻ പറഞ്ഞത് കേട്ടതോ അല്ലെങ്കിൽ വായിച്ചു കേട്ടോ ഒരാൾ പറഞ്ഞതൊന്നുമല്ല. എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും കാര്യം വിശ്വസാത് പറഞ്ഞപ്പോ ഞാൻ പറയാം. എനിക്ക് അനുഭവം ഉള്ളതിനെ കൊണ്ടാണ് ഞാനിത് പറയാന്ന് പറഞ്ഞത്. നമ്മളുടെ വെൽനസ് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് അത് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ മറ്റുള്ളവർ പറയാറുണ്ട്. അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഗുണ്ടൽപേട്ടയിൽ വരാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 12 ഏക്കറിലോളം ചെയ്തിട്ടുണ്ട്, നേന്ത്രയായിട്ടും ഞാലിയായിട്ടും. രണ്ടും വന്ന് കാണാം. വ്യത്യസ്തങ്ങൾ ഞാൻ എവിടെയും ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് റിസൾട്ടിനൊന്നും ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി ഇതിന്റെ കൊലയുടെ തൂക്കം കൂടെ ആവറേജ് 12-10 പടല ലെവലില് ഇപ്പൊ കൊലച്ച് തുടങ്ങിയതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ 2-2.5 മാസം ആ കൊല വലിപ്പം വെക്കാനുള്ള കാര്യങ്ങളോട് ചെയ്ത് തൂക്കവും കൂടെ കിട്ടിയിട്ട് വേണം വ്യക്തമായിട്ട് ഇടാന്ന് വെച്ചിട്ടാ.